ഒരു കോടതിയിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിലും ഒരു സർക്കാരിലും ഒരു പാർലമെന്റിലും ഇതിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവരെല്ലാം ഒരുമിച്ചാണ്. ഇന്ത്യക്കകത്ത് ചൈന കടന്ന് കയറിയിരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും പങ്കെടുത്ത യോഗത്തിൽ ഔദ്യോഗികമായ മിലിറ്ററി രേഖകൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് രേഖകൾ ഉന്നയിച്ചുകൊണ്ട്, 21ഓളം നടന്ന ഫ്ലാഗ് മീറ്റിങ്ങുകൾ ഉന്നയിച്ചുകൊണ്ട്, കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കുന്ന കോടതിയാണോ വിശ്വാസം? ഞങ്ങൾക്ക് ആ വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ കടന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. എനിക്കറിയാം ഞാൻ ഗുരുതരമായ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. പക്ഷേ ഇന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന സംഘപരിവാർ പിടിമുറുക്കിയ ഭരണകൂടത്തിലേക്ക് പോവുകയാണ്. അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ജനങ്ങളോടാണ്, നിങ്ങളുടെ നിർണയമല്ലാതെ, നിങ്ങളുടെ തീരുമാനമല്ലാതെ, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സർക്കാർ നിങ്ങളുടെ തീരുമാനത്തിന് വിരുദ്ധമായി അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന മുറിവാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിക്കാനല്ല കാത്തു നിൽക്കേണ്ടത്. വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുള്ള മാതൃകയിലൂടെ തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങാൻ തയ്യാറായെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. അതാണ് ഫ്ലാഗ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മരിക്കുകയാണ്. ആ മരണമാണ് നിങ്ങളെ അലോസരപ്പെടുത്തേണ്ടത്.